അനീഷ് ഭായ് നമസ്കാരം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ടെക്നീഷ്യന്മാർക്കൊക്കെ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ടൂൾ ബോക്സ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. പൊതുവേ നമ്മുടെ ടെക്നീഷ്യന്മാർ 90% ടൂൾസൊക്കെ സൂക്ഷിക്കുന്നതിൽ പല പല കാരണങ്ങളുണ്ട്. അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടാകാം. ടൂൾസ് സൂക്ഷിക്കുന്നതിന് വളരെ വിമുഖരാണെന്ന് പൊതുവെ എല്ലാ ഓണേഴ്സും പറയാറുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ഈ ടൂൾസ് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്? അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവർക്കും അത്തരത്തിൽ ചെയ്യാൻ സാധിക്കുമല്ലോ. എല്ലാവർക്കും ഉപകാരമായ രീതിയിൽ കാര്യങ്ങൾ പങ്കുവെക്കാൻ പറ്റുമോ? ഇപ്പൊ നിലവിൽ നമുക്ക് ഓൾറെഡി ഉള്ള പണിക്കാർക്ക് എല്ലാം കൂടെ മൊത്തത്തിൽ ടൂൾസ് കൊടുത്തേക്കുവാണ്. അപ്പൊ ഒരു ടൂൾസ് നഷ്ടപ്പെട്ടാൽ ആരെയും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. വൈകിട്ട് പോകുമ്പോൾ ഫ്ലോറിൽ നിരന്ന ടൂൾസ് നമ്മൾ പെറുക്കി വെക്കുന്നു. ഇവർക്കൊരു ഉത്തരവാദിത്വം ഇല്ല, നോക്കുന്നില്ല. ഇവർക്ക് ഞാൻ ടൂൾസ് ആര് ചോദിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ടൂൾസ് മേടിച്ചു കൊടുക്കാം, അവരവർ സൂക്ഷിച്ചാൽ മതി എന്ന് ആർക്കും വേണ്ട. ഇത്രയും കാലമാർക്ക് ആർക്കും ഒരിക്കൽ പോലും ടൂൾസ് വേണ്ട. അപ്പൊ ഇപ്പൊ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങിയപ്പോൾ 5 സെറ്റ് ടൂൾസായിട്ട് തുടങ്ങിയ 2 സെറ്റ് തയ്ച്ചെടുക്കാൻ ഒരു വർഷത്തിലില്ല. അപ്പൊ എത്ര വർഷമായി 5 സെറ്റ് വാങ്ങിച്ചിട്ട്? 2 വർഷം. ഓക്കെ. അപ്പൊ അതിനകത്ത് ശരിക്കും പറഞ്ഞ കൂട്ടുകാർക്ക് ഇപ്പൊ 2 സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സെറ്റ് തയ്ച്ചെടുക്കാല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കോമൺ ഉപയോഗിക്കുന്ന കുറെ ടൂൾസ് അത് തന്നെ ഒരെണ്ണം പോലും ബാക്കി സെറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ അത് ടോപ്പ് അപ്പ് ചെയ്തു, നിങ്ങൾ അത് മേടിച്ച് ടോപ്പ് അപ്പ് ചെയ്തു, ഫുൾ സെറ്റ് ബാറേയും മേടിച്ചു. അപ്പൊ എന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും കൂടെ സീനിയർ ആയിട്ട് പണിയുന്നവർക്ക് മാത്രം ഒരു സെറ്റും അല്ലാതെ ആവറേജ് നിൽക്കുന്നവർക്ക് 2 പേർക്ക് ഒരു സെറ്റ് കൊടുക്കും. അപ്പൊ എന്നാ വെച്ചാൽ ഈ ഒരു പണിയനോ അവന്റെ അടുത്ത് ഇല്ലെങ്കിൽ മറ്റേ അവന്റെ അടുത്ത് പോയി നോക്കിയാൽ മതി. ഈ രണ്ടിടത്തേക്കുള്ള അവന് പോകണ്ട. മെയിൻ സീനിയർ ആയിട്ട് പണിയുന്ന അവർ വണ്ടി തന്നെ പണിയാം. ഈ ടൂൾസുകൾക്കെല്ലാം കൊടുത്തതിന് നമ്പർ ഉണ്ട്. ഇനി ഇവർക്ക് അഡീഷണൽ എനിക്ക് ഇന്ന ടൂൾ ഒരെണ്ണം കിട്ടിയാൽ കൊള്ളാന്ന് പറഞ്ഞാൽ അതും മേടിച്ചു കൊടുക്കും. കൊടുത്തിട്ട് ഇവൻ അത് അവന്റെ പേരിൽ നമ്പർ പഞ്ച് ചെയ്താൽ കൊടുക്കണേ. എത്ര പേരുണ്ടോ അവർക്ക് നമ്പർ പഞ്ച് ചെയ്ത് കൊടുക്കുക. എന്റെ ടൂൾ അവൻ എടുത്തോണ്ട് പോയി പറയണ്ട. ടൂളെ പഞ്ച് ചെയ്യാൻ എടുത്തോണ്ടങ്ങ് പോലും സ്വന്തമായിട്ട് പഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഈ സാധനം പഞ്ച് ചെയ്തവർക്ക് കൊടുക്കുമ്പോൾ 28-ാം തീയതി 29-ാം തീയതി ഞാൻ വൈകുന്നേരം പോകുമ്പോൾ ടൂൾസ് ബോക്സ് തുറന്ന് വെച്ചിട്ട് പോകണമെന്ന് പറയും. ചെക്ക് ചെയ്ത് ചോദിക്കും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോകണമെങ്കിൽ എണ്ണ അറിയാലോ. 12 എണ്ണം ഉണ്ടോ, 12 എണ്ണോ, 2 ഇട്ടോട്ടെ കുഴപ്പമില്ല. അപ്പൊ അടുത്തോണ്ട് വെട്ടി കുറയൂലോ. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓവറേജ് ഒന്ന് നോക്കി പോകുമ്പോൾ നോക്കുമെന്നൊരു ചിന്ത വന്നത്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർ നോക്കിയില്ലേ തുറന്ന് വെച്ചിട്ട് പോകാൻ പറയുമ്പോൾ അപ്പൊ കുറവുള്ള സാധനം ആ 30-ാം തീയതി രാവിലെ ഇവിടെ നിന്ന് കടയ്ക്ക് പോകണ കുട്ടികളെ സ്പ്രെയർ എടുക്കാൻ പോകണവരുടെ ബോക്സ് മേടിച്ച് ബില്ലും ആ ബോക്സും കൂടെ കൂട്ടി പിറ്റേന്ന് സാലറി കൊടുക്കുമ്പോൾ കൊടുക്കും, ബാക്കി സാലറിയും കൊടുക്കും. ഞാനിത് തീരുമാനത്തിലെത്താനാണ് കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് കടത്തിന്റെ കൂടാരമായിരുന്നു. അതുപോലെ വണ്ടി തീരെ കുറവാ. ആവറേജ് വരുന്ന മുടക്ക് നമ്മൾ കയ്യിൽ നിന്ന് കാശിട്ട് കൊടുത്ത് വർക്ക്ഷോപ്പ് ഓടിച്ച് ഒത്തിരി ടൈറ്റിൽ പോയതാ. അപ്പൊ അന്നേരം വന്നപ്പോൾ ഞാൻ ഇവർക്കാർക്ക് സാലറി കൊടുക്കുന്നിടത്തോ ഒന്നിനും വേറെ പ്രശ്നങ്ങളോ ഒന്നും കാണിച്ചില്ല. ഇവിടുന്നെങ്കിലും ഒക്കെ മറിച്ച് ഇവർക്ക് ഞാൻ കൊണ്ട് കൊടുക്കും. ഇത് കഴിയുമ്പോഴും ഇവർക്ക് നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ വരുന്നത് തോന്നുക. പിന്നെ നമ്മുടെ കാര്യങ്ങൾ റഫായിട്ട് തന്നെ ടൂൾസ് സൂക്ഷിച്ചേ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്റെ റൂളുകൾ ഇതാ. ഇപ്പൊ നിർബന്ധിച്ചാൽ ഫുൾ സെറ്റ് ടൂള് എണ്ണി അങ്ങനെ കാണുക, എണ്ണി കുറച്ച് നമ്പർ പഞ്ചും വെച്ച് കൊടുക്കും. പഞ്ച് ചെയ്യുകയോ പഞ്ച് ചെയ്യാതിരിക്കുകയോ അവന്റെ ഇഷ്ടം. പക്ഷെ ആ ടൂൾ അവൻ സൂക്ഷിക്കണം. ചെന്ന് നോക്കുമ്പോൾ ആ ടൂൾസ് ഉണ്ടാവണം. അപ്പൊ അവർക്കൊരു മാർഗം എന്ന രീതിയിലാണ് ഞാൻ പഞ്ചിങ് കൊടുക്കണേ. ഇവർ സൂക്ഷിച്ചോട്ടെ. ഇപ്പൊ എനിക്ക് ഓൾറെഡി പഴയ ടൂൾസും പിന്നെ ഇപ്പൊ എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുമിച്ച് ഇത്ര എടുത്തതിനകത്താന്ന് വെച്ചാൽ ഓരോ ടൂളായിട്ട് മേടിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്കും അറിയാം, ഒരെണ്ണം മേടിച്ചാൽ നിങ്ങൾ മേടിക്കുന്ന ടൂൾസിന്റെ പകുതി പൈസ വരില്ല. ഒരു റിംഗ് ഒരു ഡബിളിന്റെ ഒരെണ്ണം മേടിക്കാൻ നിന്നാൽ 4 എണ്ണം മേടിക്കുമ്പോൾ ഒരു കിറ്റിന്റെ കാശ് നിങ്ങൾ മേടിക്കും. ഇപ്പൊ സെറ്റായിട്ട് കൂട്ടിപ്പാൻ ഉദ്ദേശിച്ചോ അവിടെ ഇരുന്നോളൂ. ഞാനിപ്പോ ഒരു 3 സെറ്റ് അകത്ത് വെച്ച് വെക്കും. ബാക്കിയുള്ളത് ഇവിടെ ഉള്ള ഫ്ലോറിലുള്ളെല്ലാം റൗണ്ട് തികച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കണേ. എല്ലാവരും പ്ലാനിങ് അല്ല, ഇത് നന്നായി നടക്കട്ടെ. പൊതുവേ ഉണ്ടല്ലോ ഇങ്ങനത്തെ കേസിനോട് നമ്മുടെ സ്റ്റാഫുകളൊന്നും അവർ അതിന് സൂക്ഷിക്കില്ല. പൊതുവെ എല്ലാ വർക്ക്ഷോപ്പിലും ടൂൾസ് ഒടിഞ്ഞു പോകലല്ല, എല്ലാം നഷ്ടപ്പെട്ട് കാണാതെ വണ്ടിയിലും കയറ്റി വിടും. ഒടിഞ്ഞു പോകുന്നതോ സാധനമോ കളഞ്ഞാലേ പൊട്ടിയ സാധനം കൊണ്ടുവന്നാൽ മതി, ഞാൻ കൈ കൊടുക്കും. പക്ഷെ വണ്ടിയിൽ കയറ്റി വിടലൊക്കെയാണ് സാധനങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. അല്ല പണിയുടെ സ്പീഡ് കൂടുന്നേ. വരുന്ന വണ്ടിക്കാരൻ നിൽക്കുമ്പോൾ ഇവന് ടൂൾസ് മേടി അവർ നോക്കുമ്പോൾ ടൂൾസ് കയറി പോകണമെന്നല്ലേ, ഇവൻ വണ്ടിയുടെ വീട്ടിൽ നടക്കുമെന്ന് പറഞ്ഞു അതങ്ങ് പോകും. തേടി പോകണ്ട, കൊടുക്കും. മറ്റുള്ളൊരു ബോക്സ് ആയിട്ട് ഇവിടെ ഇരിക്കട്ടെ. ഒരാൾ പണിക്കാരൻ വരുവാണെങ്കിൽ അവനൊരു ബോക്സ് ആയിട്ട് കൊടുക്കണം, അവൻ ഉപയോഗിച്ചോട്ടെ. അത് കഴിയുമ്പോൾ തിരിച്ചു കൊണ്ട് തന്നിട്ട് അവൻ പോകുമ്പോൾ പൊക്കോട്ടെ. ഈ പണിക്കാരൻ സ്ഥിരമൊന്നും നിൽക്കുന്നില്ലല്ലോ. നമുക്കുള്ള 5-6 പണിക്കാർ സ്ഥിരമാണ്. ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടേ പോകണമെങ്കിൽ സെറ്റായിട്ട് കൊടുക്കണം. ഓക്കെ, നടക്കട്ടെ. നല്ല ഒരു പരിപാടിയാണ്. കാരണം ആദ്യമായിട്ടാണ് നമ്മൾ ടൂൾ വണ്ടി അധികം വർഷമായി പോകുന്നില്ല, 3 വർഷമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എങ്കിലും ഇങ്ങനെ ഒരു ടൂൾസിന് ഒരു സംരംഭം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നടക്കട്ടെ, പരീക്ഷണം വിജയിക്കും. നമ്മളിപ്പോ മേടിച്ചത് ഫുൾ സെറ്റ് ടൂളായിട്ടാണ് മേടിച്ചെങ്കിലും ഇതിൽ എനിക്ക് ഓൾറെഡി ഉള്ള ടൂൾ സെറ്റ് കൊണ്ട് സ്കിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ ഈ ഫുൾ സെറ്റിൽ നിന്ന് കുറച്ചാൽ എനിക്ക് കൊണ്ടടിക്കാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ടാണ് അതങ്ങ് മേടിച്ചോട്ടെ. ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്, ഇനി ഓടുന്നുണ്ട്. പിന്നെ അന്നേരം ഉപയോഗിക്കാലോ. പകുതി കണ്ടോ അതേ സെറ്റുകൾ മാറ്റി വെച്ചിട്ട് ഫുള്ള് തയ്ച്ച് ഇവിടെ കിടന്ന സാധനങ്ങൾ റൗണ്ട് തയ്ച്ച് വെക്കാൻ പറ്റിയ റൗണ്ട് തയ്ച്ച് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ മേടിക്കാൻ ചെല്ലുമ്പോഴേ നിങ്ങൾ റേറ്റ് കുറച്ചു. അതെ, ശരിയാണ്. അതങ്ങനെയാണ് ബൾക്ക് എടുക്കുമ്പോൾ. ഇപ്പൊ ഈ മുടക്കേന്റെ ഇതിന്റെ ഒരു 10,000, 1500, 2000 ഒരു ബോക്സ് നിങ്ങൾക്ക് മാറ്റാൻ
വരത്തില്ലേ? വരും, തീർച്ചയായിട്ടും വരും, അത് സംശയമില്ല. എനിക്ക് 4 ബോക്സ് ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ 5ാമത്തെ ബോക്സ് ഫ്രീ കിട്ടുവാണെങ്കിൽ അത് നോക്കാലോ. അന്നേരം വരുമ്പോൾ നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് തരാനുള്ള പേയ്മെന്റ് കറക്റ്റ് എടുത്താലേ കാര്യമുള്ളൂ. കടകളുടെ പൈസ 2 പ്രാവശ്യം താമസിച്ചാൽ അവന് വേണ്ട. അടുത്ത പ്രാവശ്യം അവൻ്റെ 2 ഐറ്റം ഉണ്ടെങ്കിൽ അടുത്തത് വരുമോ എന്ന് അറിഞ്ഞിട്ട് അവൻ നമുക്ക് തരുള്ളൂ. കടം ഉണ്ടാകരുത്, എങ്ങനെയെങ്കിലും ഒന്ന് റോൾ ചെയ്യാം. ഇപ്പൊ സത്യത്തിൽ ജനുവരിക്ക് ശേഷം ഇങ്ങോട്ട് റോളിങ് മാത്രമേ ഉള്ളൂ, ബാലൻസ് പിടിച്ചല്ല നടക്കുന്നത്. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ 10 വണ്ടി വരുമ്പോൾ ഇവർ ഈ കറങ്ങി നടക്കുക. ഇവരോട് ചോദിച്ചാൽ എന്നാ തീരാത്ത, എൻ്റെ ചേട്ടാ ആ ടൂൾസ് അവിടെ കൊണ്ടുപോയി, ഇവൻ ഇവിടെ തന്നില്ല, അവൻ്റെ കയ്യിലായിരുന്നു. മടുത്ത് നമുക്ക് ഈ പരാതി ഉള്ളൂ. ഇപ്പോൾ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർക്ക് പരാതി പറയാൻ സമയം ടൂൾസ് കിട്ടുന്നില്ല, പണിയാൻ. അപ്പോൾ നമുക്ക് ഡിലേ വരുന്നത് നമുക്ക് പറയാനില്ലല്ലോ. ഇപ്പോൾ നോർമൽ ഒരു വണ്ടി കയറി സർവീസ്, ഒരു വീക്ക് ക്ലീനിങ്, ഒരു ഇജാർ, അതൊക്കെ വരുമ്പോൾ എത്ര സമയം വേണം നമുക്ക് ഏറെക്കുറെ അറിയാം. അതിൻ്റെ അടുത്തടുപ്പിച്ച് പോലും വരാതെ വരുമ്പോൾ ഇവരോട് ചോദിക്കുമ്പോൾ അത് കിട്ടിയില്ല, ഇത് കണ്ടില്ല, പിന്നെ ഇപ്പൊ കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അവന്റെ ടൂൾസ് എന്തെന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറഞ്ഞോളൂ. വഴി ഇപ്പോൾ വൈകിട്ടൊക്കെ അടഞ്ഞു പോകുമ്പോൾ ഫ്ലോറിൽ ടൂൾ കിടക്കുക, അത് എടുത്താലും നമുക്കറിയാം ആരെയാണ് എടുത്ത് മാറ്റി വെച്ചാൽ ആ ടൂൾസ് പിറ്റേന്ന് ചോദിച്ചാൽ അവൻ തരണം. അതായത് വൈകുന്നേരം പോകുമ്പോൾ അവൻ മസ്റ്റായിട്ട് അവന്റെ ഫ്ലോർ, ഞാൻ എന്നാളും ഏറ്റവും അവസാനം പോണ ആൾ ഞാനായിരിക്കും. ഞാൻ എന്നാളും അങ്ങേ സൈഡിൽ ഇങ്ങേ സൈഡിൽ ഒന്ന് നടന്ന് എല്ലാ വണ്ടിയും ഒന്ന് നോക്കി വെച്ചേ പോകുള്ളൂ. ഏത് വണ്ടി വരാനുണ്ട്, ഇനി ചെയ്യാനുണ്ട്, ഏത് എന്നതായെന്നൊന്നും അറിയാം. നമ്മൾ വർഷമൊക്കെ ഉണ്ടെങ്കിൽ ഇടയിലും ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാതെ പോകുന്ന കാര്യങ്ങൾ ഇവരെന്നും കാണിക്കുന്നതെല്ലാം ഞാൻ കണ്ടിട്ടാ പോകണം. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത്. ശരിയാകുമെന്നൊന്നും അല്ല, ശരിയാകും. മുഴുവൻ പൈസ ഇൻവെസ്റ്റ് ചെയ്തതല്ല, ഇത് പകുതി സ്റ്റോക്ക് ചെയ്യും. കാരണം എന്താ വെച്ചാൽ പോകുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു 4 റിങ് ഒരുമിച്ച് മേടിക്കുന്ന ആദ്യം സെറ്റ് കിട്ടും, അത് നമുക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെ മേടിച്ചു കടം ഞാൻ തീർക്കുന്നത് കുറെ കഷ്ടപ്പെടും. അല്ല, അത് കുഴപ്പമില്ല, നമ്മൾ കഷ്ടപ്പെടുന്നതല്ല, നമ്മൾ ഈ അനാവശ്യമായി നഷ്ടപ്പെട്ടു പോകരുത്. ഞാൻ ഈ വർഷം 2 വർഷം ആവുന്നുള്ളൂ. ഞാൻ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ഈ വർഷം തുടങ്ങിയപ്പോൾ പടത്തിൽ മുക്കി ഇതില്ല. ഞാൻ ഉള്ളതിനനുസരിച്ച് ഓരോന്ന് മേടിച്ച് നിങ്ങൾക്കറിയാലോ. ഒരു രൂപയ്ക്കുമ്പോൾ ഒരു ടൂൾ മേടിക്കും, 2 രൂപ, അങ്ങനെ നമ്മൾ ഓരോന്ന് വെച്ച് ഒരു 4-5 കൊല്ലം കൊണ്ട് വർഷോപ്പിലേക്കുള്ള ടൂൾസുകളും ബാക്കി കാര്യങ്ങളെല്ലാം കൊണ്ട് ഫില്ല് ചെയ്ത് അന്നേരമാണ് നമ്മൾ സ്റ്റേബിൾ ആവുള്ളൂ. അതിനുശേഷം ഒരു വരുമാനം ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ വളരട്ടെ. വളരും, തീർച്ചയായിട്ടും വളരും കേട്ടോ. ഓക്കെ.